ഇപ്പോൾ ഒരു 9 മണിയോട് അടുത്തായി. ഇപ്പം ശബ്ദം കേട്ടാണ് നമ്മൾ വെളിയിലോട്ട് വരുന്നത്. വെളിയിലോട്ട് വരുമ്പോഴേക്കും കാറ് ഇവിടെ മറിഞ്ഞു കിടക്കുകയാണ്. കാറിന്റെ അകത്തുനിന്ന് ആളെ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാര്യം അത്രയും ജാമായി കിടക്കുകയായിരുന്നു. പിന്നെ അപ്പം തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. വരുന്നതിന് മുമ്പ് നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് 2-3 പേരെ പുറത്തിറക്കി. പിന്നെ ഫയർഫോഴ്സ് വന്ന് അവരുടെ സഹായത്തോടെ ബസ് ജാമായി കിടക്കുകയായിരുന്നു. കാറുമായിട്ട് ജാമായി കിടക്കുകയായിരുന്നു. ബസ്സിനകത്ത് ഞാൻ കയറി ന്യൂട്രലിട്ട് നാട്ടുകാരെല്ലാം കൂടെ തള്ളി തന്നു. ബാക്കിലോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും 3-4 പേരെ പുറത്തോട്ട് എടുക്കാൻ പറ്റി. ബാക്കി ഫയർഫോഴ്സ് എല്ലാം കൂടെ വന്ന് വെട്ടിപ്പൊളിച്ചിട്ടാണ് പുറത്തോട്ട് എടുത്തത്. അപ്പം 5 പേരും മരിച്ചെന്ന് അറിഞ്ഞ മെഡിക്കൽ വിദ്യാർത്ഥികൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കുട്ടികളാണെന്ന് പറയുന്നത്. അവർ 7 പേരുണ്ടെന്നാണ് പറഞ്ഞത്. കറക്റ്റ് അറിയില്ല, ഇരുട്ടായതുകൊണ്ട്. പിന്നെ 5 പേര് അവിടുത്തെ സ്റ്റുഡൻസ്, അവിടുത്തെ ഒരു അധ്യാപകൻ ഇവിടെ വന്നു പോയായിരുന്നു. ബാക്കി 2 കുട്ടികൾ എങ്ങനെ എവിടെ പഠിക്കുന്നതെന്ന് അറിയത്തില്ല. 5 പേര് മരിച്ചെന്ന് പറഞ്ഞു. അത് ഏതൊക്കെ കുട്ടികളാണെന്ന് അറിയത്തില്ല. ഇവിടുന്ന് അതൊന്നും അറിയത്തില്ല സാറേ. എവിടുന്ന് ഇറങ്ങിയെന്ന് അറിയത്തില്ല. നമ്മൾ ഈ ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ പുറത്തോട്ട് വരുന്നത്. ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് പോവുകയും മറ്റേ വണ്ടി തെക്കൂന്നാണ് കാറ് വന്നത്. കാറ് വന്നിട്ടാണ് ഇവിടെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. കാറിൽ നിന്ന് പിള്ളേരെ ഇറക്കിയപ്പോൾ തന്നെ 3 കുട്ടികൾ ആ സമയത്ത് തന്നെ ഏകദേശം അനക്കം ഇല്ലായിരുന്നു. അതിൽ 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ ഇത്തിരി അനക്കമുള്ള. ബാക്കി കുട്ടികൾ തീരെ അനക്കമില്ല. ഡ്രൈവർ പയ്യൻ മാത്രമേ ബോധമുള്ളത്. ബാക്കി എല്ലാവരും അബോധാവസ്ഥയിലായിരുന്നു. വല്ലാത്തൊരു അവസ്ഥയാണ്. കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. എന്തായാലും ബാക്കിയുള്ള 2 കുട്ടികളുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല.